Hello guys, thanks for checking back on my channel, MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൊണ്ടുണ്ടാക്കുന്ന ആലു ബേഗന്റെ റെസിപ്പിയാണ്. ആലു ബേഗൻ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ കുറച്ച് സ്റ്റെപ്പുകൾ കൊണ്ടും വളരെ ഈസി ആയിട്ട് മിനിമം സ്പൈസസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ റെസിപ്പി വളരെ നല്ലൊരു കംഫർട്ട് ഫുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ വീഗൻ ഡിഷസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്കോ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഈസി സ്റ്റെപ്സ്, വളരെ നല്ല ടേസ്റ്റ്, എല്ലാം കൊണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട നല്ലൊരു റെസിപ്പി തന്നെയാണിത്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ റെസിപ്പിക്ക് ആവശ്യമായുള്ള 1/2 കിലോ പൊട്ടറ്റോ നമുക്ക് പീല് ചെയ്ത്, അതുമാതിരി തന്നെ 1/2 കിലോ വഴുതനങ്ങയും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം. സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. നമുക്ക് പാൻ ചൂടായി കഴിയുമ്പം 2 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് ഓയിൽ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ട്രഡീഷണൽ ആയിട്ട് ഈ ഡിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മസ്റ്റാർഡ് ഓയിലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ സസോക തേൽ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീയോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓയിൽ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ചെടുത്ത 10 വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, 2 ഗ്രീൻ ചില്ലിയും കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്യാം. ചതച്ചെടുത്ത ഐറ്റംസ് എല്ലാം പാനിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 3 സവോള ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട ഓനിയൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത 3 തക്കാളിയും 1 പിടി മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ തക്കാളിയും സവോളയും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസ് നന്നായി റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള മസാല ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി കട്ട് ചെയ്ത് കഴുകിയെടുത്ത് 1/2 കിലോ പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. പൊട്ടറ്റോ മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് പൊട്ടറ്റോ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും പാത്രത്തിൻ്റെ ലിഡ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പാത്രത്തിൻ്റെ ലിഡ് വെച്ച് നമ്മളുടെ കുക്കിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, നമ്മളുടെ പൊട്ടറ്റോ ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്ത 1/2 കിലോ വഴുതനങ്ങ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇനി കുക്ക് ചെയ്യുന്ന 10 മിനിറ്റ് നേരം നമ്മൾ സിമ്മറിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമ്മൾ സിമ്മറിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി പാനിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ വഴുതനങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ പൊട്ടറ്റോയും ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയില, ചോപ്പ് ചെയ്ത കുറച്ച് ടൊമാറ്റോ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആലു ബേഗൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മളുടെ ആലു ഗോപി ഇവിടെ അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ വഴുതനങ്ങയും കറക്റ്റായിട്ട് വെന്ത് നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയത് ചപ്പാത്തിയിലൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ നാനിൻ്റെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ റൈസിൻ്റെ കൂടെയോ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഡിഷ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോസിന് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസിനൊക്കെ കുറച്ച് ലൈക്സ് കുറവാണ്. അപ്പോൾ നമ്മൾ നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് തരുമ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് നമുക്ക് ഓരോ ലൈക്സും കമൻസും ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് ആവാനും പെട്ടെന്ന് ഗ്രോ കിട്ടാനും അത് വളരെ ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫുഡ് ഡിഫറൻസ് ഒക്കെ നമ്മുടെ റെസിപ്പികൾ അയച്ചു കൊടുക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, അൻറ്റിൽ ഐ സീ വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.